നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഹുലിനെ പിന്തുണച്ചും രാഹുലിനെ എതിർത്തും ഒരുപാട് പേർ രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ രാഹുലിനെ പിന്തുണച്ച നിരവധി വ്യക്തികളിൽ ഒരാളാണ് നടി സീമാജി നായർ. നമുക്കറിയാം സീമാജി നായർ എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ അതൊക്കെ വലിയ രീതിയിൽ അവർക്ക് ആക്രമണമാകുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസവും സീമാജി നായർ ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു പോസ്റ്റ് അത് ശ്രദ്ധേയമാവുകയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സീമ പങ്കുവച്ച പോസ്റ്റിന് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബന്ധപ്പെട്ടുള്ള ചില കമൻറ്റുകൾ കൊണ്ട് നിറയുകയാണ്. ആ ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം. ഇന്ന് കേരളം വിധിയെഴുതുന്ന ദിവസം. അടുത്ത 5 വർഷം ആര് നമ്മളെ മുന്നോട്ട് നയിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന ദിവസം. കഴിഞ്ഞു പോയതൊന്നും മറക്കാതെ വോട്ടവകാശം രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവർ, ഒരുപാട് പേർ ഇന്ന് ജനവിധി തേടുന്നു. അവരെല്ലാം ജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാർഷ്ട്യങ്ങൾക്കും അഹങ്കാരങ്ങൾക്കും ഇന്ന് മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്നാണ് പിന്നെ അത് കൊടുക്കുക എന്നായിരുന്നു സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. നമുക്കറിയാം വോട്ട് ദിവസം പങ്കുവച്ച പോസ്റ്റാണ്. ആ പോസ്റ്റിന് കീഴെ വന്ന ചില കമൻറ്റുകൾ ഒരു വിഭാഗം വിമർശനവുമായി പരിഹാസവുമായി രംഗത്തെത്തി. മാങ്കൂട്ടമില്ലാതെ പോയല്ലോ കഷ്ടം എന്നാണ് ഒരാൾ കമൻറ്റ് വെച്ചത്. ധാർഷ്ട്യം അഹങ്കാരം എന്നൊക്കെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചായിരിക്കും എന്ന് മറ്റൊരാൾ കമൻറ്റ് കുറിക്കുന്നു. നുണ എന്നുകൂടി കൂട്ടിച്ചേർക്കാം എന്നായിരുന്നു വേറൊരാളുടെ കമൻറ്റ്. മാത്രമല്ല ധാർഷ്ട്യം അഹങ്കാരം കോഴിത്തരം പെണ്ണുപിടി എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറയണം കൊച്ചമ്മ എന്നായിരുന്നു മറ്റൊരാൾ കമൻറ്റ് കുറിച്ചത്. ധാർഷ്ട്യം അഹങ്കാരം കോഴിത്തരം പെണ്ണുപിടി എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറയണം കൊച്ചമ്മ എന്ന കമൻറ്റിന് സീമാജി നായർ മറുപടി കൊടുത്തിരുന്നു. അത് കൊടുത്തോളും, നിന്റെ പാർട്ടിക്ക് ജനങ്ങൾ കൊടുത്തോളും എന്നായിരുന്നു സീമയുടെ മറുപടി. ഇത്തരത്തിൽ നിരവധി പരിഹാസ വിമർശന കമൻറ്റുകൾക്ക് രൂക്ഷമായ ഭാഷയിലും സീമ മറുപടി നൽകുകയുണ്ടായി. തേനീച്ച കൂടി ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാൽ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ, അതായത് രാഹുലിന് വേണ്ടി എടുത്ത ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നായിരുന്നു സീമാജി നായർ നേരത്തെ വ്യക്തമാക്കിയത്. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്താൽ മാത്രം, ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നായിരുന്നു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് സീമാജി നായർ കുറിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചർച്ചകളും പ്രതിഷേധങ്ങളും കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ തേജോവധമാണ് എന്നായിരുന്നു സീമ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തിൽ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് നിരവധി പോസ്റ്റുകൾ സീമാജി നായർ പങ്കുവച്ചിരുന്നു. അതിനെതിരെ സൈബർ ആക്രമണവും സീമാജി നായർ നേരിടുകയുണ്ടായി. ഇപ്പോൾ ഇലക്ഷൻ ദിവസവും പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു കുറവുണ്ടല്ലോ എന്ന തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നു. അതിന് കൃത്യമായ മറുപടി സീമാജി നായർ നൽകുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യം ഉയർന്നു. അതിനിപ്പോൾ അബിൻ വർക്കി നൽകിയിരിക്കുന്ന മറുപടി, ആ ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കുന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് അബിൻ വർക്കിയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ ഉചിതമായ സമയത്ത് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഇല്ല എന്നുമാണ് അബിൻ വർക്കി പ്രതികരിച്ചിരിക്കുന്നത്. രാഹുലിനെ പുറത്താക്കിയ ഘടകത്തിലും തിരിച്ചെടുക്കേണ്ട ഘടകത്തിലും താനില്ല. വ്യക്തിപരമായ താല്പര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഇല്ല എന്നാണ് അബിൻ വർക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. തനിക്ക് അതിൽ അഭിപ്രായം പറയേണ്ട അവകാശമില്ല എന്നാണ് അബിൻ വർക്കി പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 4-നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതികളുടെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയത്. രാഹുലിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. പക്ഷേ പാലക്കാട് MLA സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് കോൺഗ്രസ് പിന്തുണച്ചിരുന്നില്ല. മാതൃകാപരമായ നടപടി എന്നോളം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്നും MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കട്ടെ എന്നുമായിരുന്നു കോൺഗ്രസ് എടുത്ത നിലപാട്. എന്തായാലും അബിൻ വർക്കി പ്രതികരിച്ചത് ഇപ്രകാരമാണ്. ഇവരുടെ പ്രതികരണത്തിൽ നിന്നും രാഹുലിന് പാർട്ടിയിലേക്ക് തിരികെ വരാനുള്ള ഒരു വഴി ഒരുങ്ങുന്നുണ്ടോ എന്ന ചോദ്യം കൂടി നിലവിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ വാക്കുകൾ, താൻ വളരെ വേദനയോടെ എടുത്ത ഒരു തീരുമാനമാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നത്. മാത്രമല്ല തെറ്റ് തിരുത്തി അല്ലെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയിച്ച് തിരികെ വന്നാൽ പാർട്ടിയിലേക്ക് രാഹുലിനെ സ്വീകരിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞു വെച്ചത്. മാത്രമല്ല തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന തീരുമാനം ചങ്കുപൊട്ടി എടുത്തതാണ്, ഉള്ളു നേറി എടുത്തതാണ്. പക്ഷേ എല്ലാവരും കൂട്ടത്തോടെ എടുത്ത തീരുമാനമായിരുന്നു. അവസാനം താൻ മാത്രം കുറ്റക്കാരനായി, താനാണ് പിടിച്ച പിടിയെ രാഹുലിനെ പുറത്താക്കിയതെന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം
ഉണ്ടായി. മാത്രമല്ല ശ്രീകണ്ഠൻ എംപിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ശരിയായിരുന്നു എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി കൂടിക്കാഴ്ച നടത്തിക്കൂടുന്നുണ്ടോ, രാഹുലിനെ കണ്ടാൽ താനും സംസാരിക്കുമല്ലോ എന്ന തരത്തിൽ വി.ഡി. സതീശൻ പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് വളരെ ശ്രദ്ധേയമാകുന്നു എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയ സമയത്ത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ പുറത്താക്കിയത്, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കിയത്. ഇനി അറബിക്കടൽ ഇളകി വന്നാലും ജനക്കൂട്ടം ഇളകി വന്നാലും ആ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം, കർക്കശ നിലപാട് സ്വീകരിച്ചു കോൺഗ്രസ് നേതൃത്വം. പക്ഷേ ഇപ്പോൾ അതിലൊരു അയവ് വരുത്തുന്നു, അവരുടെ പ്രതികരണങ്ങളിൽ പോലും ഒരു അയവുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരുമോ, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിനുള്ളിൽ ചൂടുപിടിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചില വീഡിയോകളിലൂടെ രംഗത്ത് വന്നിരുന്ന ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്ന ഏറ്റവും അവസാനമായി പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോടായിരുന്നു. ആ വീഡിയോയിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വീഡിയോ പങ്കുവച്ചത്.